കാസർഗോഡ് നിയമസഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് വരണാധികാരിയായ RDO ബിനു ജോസഫ് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കോളിക്കര ഹോണ്ട ചെമ്മനാട്. ഹോണ്ട ഓതറൈസ്ഡ് മെയിൻ ഡീലർ ചെമ്മനാട് കാസർഗോഡ്. കോൺടാക്ട് സെയിൽസ് 9112 444 222. സർവീസ് 9057191191. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ RDO ബിനു ജോസഫിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണ ചടങ്ങിന് കർണാടക നടി അർഷിത പുന്നാച്ചയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥിയെ അനുഗമിച്ച് BJP നേതാക്കളായ രവിശതന്ത്രി കുണ്ടാർ, ഗണേഷ് പാറക്കട്ട, അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവരും എത്തിയിരുന്നു. വരണാധികാരിയുടെ ഓഫീസിൽ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് ML അശ്വിനി നാമനിർദ്ദേശ നടപടികൾ പൂർത്തിയാക്കി. നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് ML അശ്വിനി പത്രികാ സമർപ്പണത്തിനായി ഇറങ്ങിയത്. പ്രകടനമായെത്തിയ NDA പ്രവർത്തകർ മുദ്രാവാക്യങ്ങളും പതാകകളുമായി നഗരത്തിൽ അണിനിരന്നത് ആവേശക്കാഴ്ചയൊരുക്കി. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ നിരവധി പ്രവർത്തകരാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നത്. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത പ്രകടനം കാസർഗോഡ് നഗരത്തെ കാവിക്കടലാക്കി. ಭಾರತೀಯರೆಲ್ಲರೂ ಕೂಡ ಸ್ವಾಭಿಮಾನದಿಂದ ಜೀವಿಸಬೇಕು. ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ, ಮಂಜೇಶ್ವರದಿಂದ ಸುರೇಂದ್ರನ್ಜಿ ಅವರು ಮತ್ತು ಕಾಸರಗೋಡಿನಿಂದ ಅಶ್ವಿನಿಜಿ ಅವರು ವಿಧಾನಸಭೆಯನ್ನ ಪ್ರವೇಶಿಸಿದರೆ ಸಾಕು. ಬಾಕಿ ಇರುವುದು ನೀವು ಹೇಳ್ತಾ ಇದ್ದೀರಿ, ನೀವು ಯಾವಾಗ ಗೆಲ್ಲಿಕ್ಕೆ ನೀವು 0-0 ಅಂತ ಹೇಳ್ತಾ ಇದ್ದೀರಿ. ಆದ್ರೆ ಆ 0 ಹಿಂದೆ ಒಂದು 5 ಸೇರಿಸಿ പ്രതീക്ഷ എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇന്ന് നടന്ന റാലിയിൽ മുഴുവൻ കാസർഗോഡ് ജനങ്ങൾ എൻ്റെ കൂടെ താലിപ്പടുപ്പ് ഗ്രൗണ്ട് തൊട്ടിട്ട് ഇവിടെ RDO ഓഫീസിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹം BJP ഇവിടെ ജയിച്ചിട്ട്, BJPയുടെ MLA ജയിച്ചിട്ട് ഇവിടുത്തെ വോയിസ് ആയിട്ട് നിയമസഭയ്ക്ക് എത്തണം എന്ന് എല്ലാവരും ആഗ്രഹമാണ്. ബിക്കോസ് നരേന്ദ്രമോദിജിയുടെ 11 ഇയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ വികസിത ഭാരതം വികസിത കേരളമിൻ്റെ വിഷൻ അത് കാസർഗോഡുക്കും കൂടി കൊണ്ടുവരുന്നു എന്ന് ഉറച്ച ആത്മവിശ്വാസം ഉള്ളത്, കോൺഫിഡൻസ് ഉള്ളത് BJPയുടെ MLA വന്നെങ്കിൽ മാത്രമാണ്. സോ അത് ജനങ്ങൾ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയത്തിന് മാത്രമല്ല, ഇനി വിജയിച്ചിട്ട് ആ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്ന് മാത്രമാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കിക്കൊണ്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.